ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി. നേരത്തെ പലതവണ ചർച്ച നടത്തിയെങ്കിലും ഉപാധികൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഇരു വിഭാഗവും സഖ്യ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. അവസാന നിമിഷം വരെ സഖ്യത്തിന് തയ്യാറായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അവസാനം മുന്നോട്ട് വെച്ച ഉപാധിയാണ് ചർച്ചയ്ക്ക് തടസ്സമായതെന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു. ഹരിയാനയിലും സഖ്യം വേണമെന്നാണ് കേജ്രിവാൾ അവസാനം ആവശ്യപ്പെട്ടത്. ഇതോടെ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. തുടർന്ന് ഇരു പാർട്ടികളും ദില്ലിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആം ആദ്മിയുമായി ഇനി ചർച്ച നടത്താൻ കോൺഗ്രസ് തയ്യാറാണ്. എന്നാൽ ഒരു ഉപാധി മാത്രം മുന്നോട്ട് വെക്കുന്നു. ഹരിയാനയിൽ സഖ്യം വേണമെന്ന് ആം ആദ്മി പാർട്ടി വാശി പിടിക്കരുത്. ആം ആദ്മി മുന്നോട്ട് വെച്ച ആ ഉപാധി ഉപേക്ഷിക്കുന്ന നിമിഷം കോൺഗ്രസ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കി. ദില്ലിയിൽ 4 സീറ്റിൽ ആം ആദ്മിയും 3 സീറ്റിൽ കോൺഗ്രസിനും മത്സരിക്കാമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. എന്നാൽ കോൺഗ്രസ് ആദ്യം ഇതിനെ ശക്തമായി എതിർത്തുവെങ്കിലും പിന്നീട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്നാൽ ഹരിയാനയിലും സഖ്യം വേണമെന്ന ഉപാധി മുന്നോട്ട് വെച്ചതോടെ സഖ്യ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം കോൺഗ്രസും AAPയും കൈകോർത്താൽ ദില്ലിയിൽ BJPയെ പരാജയപ്പെടുത്താമെന്ന് കമൽനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി നിലപാട് വീണ്ടും വ്യക്തമാക്കി രംഗത്തെത്തിയത്.